സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ ഒരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു റിഫ്റ്റിലേക്കോ കടക്കണ്ട എന്നുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുകയാണ്. പക്ഷേ സർക്കാർ ഇതിലൊരു വലിയ വിട്ടുവീഴ്ച കാണിച്ചു, ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ സജീവമാകുന്നു എന്നുള്ള യാതൊരു തർക്കവുമില്ല. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്താമോ? സമസ്ത ഈ ജീഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നതോടുകൂടിയാണ് സമസ്ത രാഷ്ട്രീയമായിട്ട് ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നേരത്തെ മുതൽ സമസ്ത മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്നാണ് അവരുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാം പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ സുപ്രഭാതത്തിന്റെ പ്രകാശന കർമ്മത്തിലാണ് ആദ്യമായി കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് പങ്കെടുക്കുന്നത്. അന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന TP രാമകൃഷ്ണന്റെ കൂടെയാണ് അദ്ദേഹം സുപ്രഭാതത്തിന്റെ പ്രകാശന വേദിയിലേക്ക് വന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ അവിടെ സംസാരിച്ചത്, സമസ്ത EK വിഭാഗം ഞങ്ങളെ വിളിച്ചതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്, ഇത്രയും കാലം ഞങ്ങളെ വിളിക്കാറുണ്ടായിരുന്നില്ല, ഇനി സമസ്ത CPM ബന്ധങ്ങളിൽ പുതിയ സുപ്രഭാതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടിയേരി പ്രസംഗം അവസാനിപ്പിച്ചത്. അതിനുശേഷം കണ്ണൂർ ജില്ലാ സമ്മേളനങ്ങളിൽ CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം, കോഴിക്കോട് ജില്ലാ സമ്മേളനം എന്നിവയിലൊക്കെ EK വിഭാഗം സമസ്തയുടെ യുവജന നേതാക്കളെ അവർ ക്ഷണിക്കുകയുണ്ടായി. മാത്രമല്ല, ആദ്യമായി പിണറായി വിജയൻ നടത്തിയ ഇഫ്താറിൽ, മുഖ്യമന്ത്രിയായതിനു ശേഷം ആദ്യമായി നടത്തിയ ഇഫ്താറിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെ 5 അംഗ സമസ്ത പ്രതിനിധി സംഘം പങ്കെടുക്കുകയുണ്ടായി. ഇപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തുണ്ടെങ്കിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സമസ്ത സംഘത്തിന് 1 മണിക്കൂറിനുള്ളിൽ സന്ദർശനാനുമതി കിട്ടുന്ന രൂപത്തിലേക്ക് ആ ബന്ധം വളർന്നിട്ടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നടന്ന സമ്മേളനങ്ങൾ, പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനങ്ങളിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അധ്യക്ഷം വഹിച്ചത്. ആ രൂപത്തിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷ സ്ഥാനത്ത് വന്നതോടുകൂടി മുസ്ലിം ലീഗ് മാത്രമല്ല CPMുമായിട്ടും സമദൂരവും ശരിദൂരവുമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള ഒരു രൂപമാറ്റം, അല്ല രാഷ്ട്രീയ നിലപാട് മാറ്റം സമസ്തക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EK വിഭാഗം സമസ്തയെ അവഗണിച്ചുകൊണ്ട് ഒരു മുസ്ലിം വിഷയത്തിൽ ഇടപെടാനോ ഒരു മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കരണം നടത്താനോ സാധിക്കുകയില്ല എന്ന് CPM മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹജ്ജ് കമ്മിറ്റി ആണെങ്കിലും അതുപോലെ വഖഫ് ബോർഡാണെങ്കിലും ഒക്കെ പണ്ട് AP വിഭാഗത്തിന് പതിച്ചു കൊടുക്കുന്ന രൂപത്തിലായിരുന്നു ചെയ്തിരുന്നത്. EK വിഭാഗത്തിന്റെ പ്രതിനിധികൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ അങ്ങനെയല്ല. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും AP വിഭാഗത്തെ പോലെ തന്നെ EK വിഭാഗത്തെ അവർ ആശ്രയിക്കുന്നുണ്ട്, അവർക്ക് പ്രാതിനിധ്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയും EK വിഭാഗം സമസ്തയും അവരുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും മദ്രസ സമയമാറ്റത്തിൽ CPM എടുക്കുന്ന നിലപാട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന നിലപാട് ശരിയല്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ആദ്യം കർശനമായി മതസംഘടനകൾ ഇതിൽ ഇടപെടേണ്ടതില്ല എന്നൊക്കെ CPMന്റെ ചില നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നെങ്കിലും പിന്നീട് ജിഫ്രി മുത്തുക്കോയ തങ്ങളും സമസ്തയും ശക്തമായി എതിർത്തതോടുകൂടി അവർ അല്പം പിറകോട്ട് പോവുകയും സമസ്തയെ ചർച്ച നടത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുകയുമാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ CPMന്റെ പല നയങ്ങളെയും വളരെ വ്യക്തമായി അനുകൂലിച്ചുകൊണ്ട് സുപ്രഭാതത്തിൽ ലേഖനങ്ങൾ വരുന്നുണ്ട്. CPM പൂർണ്ണമായി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും പഴയ ശക്തമായ നിലപാടിൽ നിന്ന് മദ്രസ സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്ന് അല്പം പിന്നോക്കം പോകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ KP റഹ്മത്തുള്ള, അല്ല ആ ഒരു സൂചന തന്നെ ശരിവെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും സർവകലാശാലകളിൽ VCകളെല്ലാം സംഖ്യകളാണ് എന്ന വലിയ ആരോപണം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് CPMന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എല്ലാം. അതേ സമയത്താണ് ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇതിൽ ഉയരുന്ന ആരോപണങ്ങളും മറുഭാഗത്തുനിന്നുണ്ടാകുന്ന വാദങ്ങളും ഒക്കെ ശക്തമായിരിക്കും. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് CPM കടക്കുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലൊക്കെ കൂടിയായിരിക്കും. മലബാറിൽ പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോവുകയാണ്. അവിടെ പല സ്ഥലങ്ങളിലും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് EK വിഭാഗത്തിന്റെ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയുണ്ട്. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരത്തെ മുഴുവൻ വോട്ടുകളും മുസ്ലിം ലീഗിന് ലഭിച്ചിരുന്നെങ്കിൽ EK വിഭാഗത്തിന്റെ പല മണ്ഡലങ്ങളിലും ഇപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ
ഈ നിലപാട് മാറ്റം തങ്ങൾക്ക് ഗുണമുണ്ടാക്കും എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും ശ്രീ KP റഹ്മത്തുള്ള നന്ദി മാധ്യമ